വാർത്ത ഞാൻ മറ്റാരോട് പറയാം? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല. ഞാൻ ഇറങ്ങട്ടെ? അരുന്ധതിയെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ പോയി കണ്ടില്ല. ആശാനെ, ഞാൻ ആശാനത്തിൽ നടക്കുകയായിരുന്നു. കണ്ടിട്ടൊരു യാത്രയുടെ മട്ടുണ്ടല്ലോ. മട്ടുകൾ മാറ്റാതെ നിവൃത്തിയില്ല ആശാനെ. ഞാൻ യാത്ര പറയാൻ വന്നതാണ്. എവിടേക്ക്? വീട്ടിലേക്ക്. വീട്ടിൽ നിന്നും ഒരിടത്തേക്ക് ഒളിച്ചോടാൻ പറ്റില്ലല്ലോ. ഇക്കാലമെല്ലാം ഞാൻ ഒളിച്ചോടുകയായിരുന്നു. ഇപ്പോഴിതാ പ്രദക്ഷിണം പൂർത്തിയാക്കി തിരിച്ച് വീട്ടിലേക്ക് ചെല്ലും. അച്ഛനോട് എന്തു പറയും? അച്ഛനെ ഞാൻ മേസ്തിരി എന്നേ വിളിച്ചിട്ടുള്ളൂ. നഗരം വിടുന്നതിന് മുമ്പ് അത് ഞാൻ തിരുത്തിക്കൊള്ളട്ടെ. അതൊക്കെ ഒരു കളിതമാശയല്ലേ? പക്ഷേ കളിതമാശ കൂടിപ്പോയി അരവിന്ദ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛനൊരു മരക്കച്ചവടക്കാരനാണെന്ന്. അരവിന്ദനറിയാമോ, മനുഷ്യ മനസ്സിനേക്കാൾ ആർദ്രതയുണ്ട് മരത്തിന്. അല്ലെങ്കിൽ ഈ മുടിയനായ മകനോട് അദ്ദേഹം ക്ഷമിക്കുമായിരുന്നു. ഇത്രയും കാലം ഞാൻ അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നു. ഈ നഗരത്തെ ഇട്ടെറിഞ്ഞ് എല്ലാം മറന്ന് സ്വന്തം നാട്ടിലേക്ക് ഓടിപ്പോകാൻ എനിക്കാവില്ല. പക്ഷെ എനിക്ക് പോയേ തീരൂ. റിസർച്ചിന്റെ കാര്യമോ? ഇനിയും ഞാൻ സ്വയം വഞ്ചിക്കുന്നു. ചിലപ്പോ എല്ലാ മോഹങ്ങളും ഹോമിച്ചാലേ നമുക്ക് ജീവിതത്തെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അങ്ങനെ ഒരു മുഹൂർത്തത്തിലാണ് ഞാനിപ്പോ. ഓരോരുത്തരായി എന്നെ വിട്ടുപോവുകയാണ് അർജുന. ആര് പോയാലും അവനവന്റെ ജീവിതമാണ് പ്രധാനം. അരവിന്ദന് കേൾക്കണോ? നാളെ മുതൽ ഞാനൊരു സാമിലുടമയാണ്. ഇനി ഞാൻ സ്വയം പരിചയപ്പെടുത്തുന്നത് അർജുനൻ MA ഹൈ ഫസ്റ്റ് ക്ലാസ് എന്നായിരിക്കില്ല. പ്രൊപ്പറേറ്റർ SM സാമിൽ എന്നായിരിക്കും. ഡോണ്ട് ബി എമോഷണൽ. ഞാൻ കരയില്ല അരവിന്ദ. ഇന്നോളം ഞാൻ ചിരിച്ചിട്ടേ ഉള്ളൂ. നാളെ മുതൽ സാമിലെ ഈർച്ചവാൾ ഉയർത്തുന്ന ശബ്ദം കേട്ട് ഞാൻ ചിരിച്ചോളാം. ടീച്ചറെ കണ്ട് പറയാൻ കഴിഞ്ഞില്ല,
അളിയൻ അതെനിക്ക് വേണ്ടി ചെയ്യണം. അച്ഛനെ ഡോണ്ട് ബി ഇമോഷണൽ. അച്ഛനെ വീട് പണിയുമ്പോ അച്ഛൻ എന്നെ മറന്നാലും സാമിലിനെ മറക്കരുത്. അച്ഛൻ മറക്കരുത്. വീടോ? എനിക്കോ? ഒടുവിൽ രവി പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? വലിയ ജോലിക്ക് കാത്തു നിൽക്കാന്നൊക്കെ പറയുന്നതിൽ ഇനി യാതൊരു അർത്ഥവുമില്ല. ഈ ഗുമസ്തപ്പണി കിട്ടിയത് തന്നെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു. അരവിന്ദേട്ടന്റെ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? മാസാവസാനം പോസ്റ്റ്മാൻ വരുന്നത് നോക്കിയുള്ള കാത്തിരിപ്പ് ഒഴിവായി മറ്റൊരു മെച്ചവും ഇല്ല. ടീച്ചിങ് പ്രൊഫഷൻ അരവിന്ദേട്ടൻ പണ്ടേ സ്വപ്നം കണ്ട് നടന്നതല്ലേ? സ്വപ്നങ്ങൾ വേദനയായി തീരുന്ന അവസ്ഥയുണ്ടല്ലോ, അതിന്റെ ദുഃഖം രവിക്കറിയില്ല. അരവിന്ദേട്ടനെ കണ്ടത് നന്നായി. യാത്ര പറയാൻ കഴിഞ്ഞല്ലോ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ശരി, കത്തയക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം മറുപടി അയക്കുന്ന സ്വഭാവം എനിക്കില്ല. രവി, രവി പോവുകയാണല്ലേ? എന്താ എന്നോട് യാത്ര ചോദിക്കാത്തത്? പിണക്കമാണോ? എനിക്കാരോടും ഒരു പിണക്കവുമില്ല. രഞ്ജിതക്ക് എന്തേ അങ്ങനെ തോന്നാൻ? ഏയ്, ഒന്നുമില്ല. ഞാൻ പോട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. മിസ്റ്റർ മേനോൻ, ഇതാണ് എന്റെ കൊട്ടാരം. ഇവിടെ നിങ്ങൾക്ക് അസൗകര്യമായിരിക്കില്ലെന്ന് കരുതുന്നു. മേനിരിക്കും. അതൊക്കെ ഞാൻ ഏറ്റാശാനെ. ഉണ്ണിയേട്ടൻ ഡാക്ടർ, ഒരു CB മാനം വരുമെന്ന് പറഞ്ഞിരുന്നു. അത് ഉണ്ണിയേട്ടനാണെന്ന് അറിഞ്ഞിരുന്നില്ല. മിസ്സിസ് രഘുനാഥിന്റെ സ്ഥാനത്ത് ഞാൻ ഡാക്ടറിനെയും പ്രതീക്ഷിച്ചില്ല. എന്തൊരു മാറ്റം! പഴയ ഉണ്ണിയേട്ടൻ മരിച്ചിരിക്കുന്നു. ഇന്ന് CB മേനോൻ മാത്രം. ഓഹോ, നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞോ? ഇതെന്റെ ശ്രീമതി. ഇരിക്കും. ഞാൻ പറയാറില്ലേ CB മേനോൻ. അദ്ദേഹം എന്റെ അതിഥിയാണ്. അപ്പോൾ മിസ് രഘുനാഥന്റെ കുട്ടികൾ? ഒരാൾ ഇവിടെയുണ്ട്, മകൻ പട്ടണത്തിലാണ്. ഓക്കെ. അരവിന്ദൻ വന്നിട്ടുണ്ട്. അവൻ ഉറക്കമാണെന്ന് തോന്നുന്നു. ഓഹോ, സുഹൃത്തുക്കളുടെ ഗ്ലാസ് നിറച്ചു കൊടുക്കുമ്പോൾ എന്റെ മനസ്സ് നിറയുന്നു. അവരാണ് എന്റെ ശക്തി. എന്റെ വളർച്ചയ്ക്ക് ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. എന്റെ ജീവിതം നിങ്ങൾക്കറിയില്ല. ഞാൻ എങ്ങനെയോ ഇങ്ങനെയൊക്കെ ആയി. എല്ലാം ആരോ പറഞ്ഞ കടങ്കഥ പോലെ. രഘുനാഥ്, നിങ്ങൾ വാചാലനാകുന്നു. ഈ വാചാലത എന്നെ രക്ഷിച്ചിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ മലയായിലെ ഏതെങ്കിലും റബ്ബർ തോട്ടത്തിൽ കിടന്ന് ഞാൻ ചാകുമായിരുന്നു.
സായിപ്പിനോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് ധൈര്യം തന്നത് എന്താണെന്നറിയാമോ? നഷ്ടപ്പെടാൻ എനിക്കൊന്നുമില്ല എന്ന തോന്നൽ. ഒരു സിഗരറ്റിന് വേണ്ടി തെണ്ടി നടന്ന എനിക്ക് നാട്ടിൽ മാന്യതയും വലിയ വീട്ടിൽ നിന്ന് വിവാഹം. നിങ്ങളുടെ സാമർഥ്യം കേട്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നു രഘുനാഥ്. കഴിക്കണം. എല്ലാം ഒരു മനസ്സമാധാനത്തിന് വേണ്ടി. ഡാക്ഷു, നീ അമ്പലത്തിൽ പോണില്ലേ? കഥകളിയുണ്ട്. എനിക്ക് കഥകളി മനസ്സിലാവില്ല. എന്തിനാ മൃഗം കളയുന്നേ? നളചരിതമാണ് കഥ. അത് നിനക്ക് മനസ്സിലാകും. പ്രേമിക്കാനറിയാവുന്ന എല്ലാ പെൺകുട്ടികൾക്കും അത് മനസ്സിലാകും. എനിക്ക് പ്രേമിക്കാൻ അറിയില്ലല്ലോ. അയ്യോ, ആര് തുന്നിയുണ്ടോ? ആരെങ്കിലും കണ്ടാലെന്താ? നീ എന്റെ അല്ലേ? അയ്യോ, അയ്യോ. നീ സിംഗപ്പൂരുകാരന്റെ ഭാര്യയായി സുഖമായി ജീവിക്കുക. എവിടെ പോയാലും ഈ ജന്മത്തിൽ എനിക്ക് ഉണ്ണിയേട്ടന് മറക്കാനാവുമെന്ന് കരുതുന്നുണ്ടോ? മോള് ഉറങ്ങിക്കോളൂ. സീതേ, ആരാ? ഈ തൊഴിലിന് എത്ര പെൺകുട്ടികളെ വേണമെങ്കിലും ഞാൻ പട്ടണത്തിൽ നിന്ന് കൊണ്ട് തരാമായിരുന്നു. അതിന് അമ്മ തന്നെ വേണമായിരുന്നു. അച്ഛന്റെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഈ വീട്ടിൽ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? അയവില്ല. സീതേ, സീതേ,
നീ ഞാൻ ഒരുപോലെ അനാഥരാണ്. ഇനി ഈ തൊഴിൽ നീ ഇവിടെ ജീവിക്കണ്ട. എന്റെ കൂടെ വരൂ, എന്റെ ഭാര്യയായിട്ട്. ആ